ഈ ക്യാമ്പസ് മറ്റ് ലോകത്തെവിടെയുള്ളതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്ക് ആൻഡ് ഫീൽ വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ ടിപ്പിക്കലി കേരള എന്നുള്ളൊരു ഫീൽ വരണം. അതുകൊണ്ടാണ് നമ്മൾ പാർക്ക് സെൻറ്ററും ആദ്യത്തെ ബിൽഡിങ്ങുകളായ പമ്പയും നിങ്ങളെയൊക്കെ കണ്ടാൽ ഒരുപാട് നമ്മുടെ റൂഫ് ടൈൽസ് ഓട് പാകിയ കെട്ടിടങ്ങളാണ്. ടെക്നോ പാർക്ക് അങ്ങനെ നിർമ്മാണ ഘട്ടത്തിലേക്ക്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് സമർത്ഥനായ ഒരു ആർക്കിടെക്റ്റിനെ കണ്ടെത്താനുള്ള പല നിർദ്ദേശങ്ങൾ വന്നുവെങ്കിലും അവതരണത്തിലെയും ആശയത്തിലെയും മികവുകൊണ്ട് പാർക്കിന്റെ നിർമ്മാണ ചുമതല ജയചന്ദ്രൻ അസോസിയേറ്റ്സിനെ ഏൽപ്പിച്ചു. ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം ടെക്നോ പാർക്കിലെ ഒരു 1-2 റൂംസിൽ ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടിയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ആലോചിച്ചപ്പോഴത്തേക്കും 25 വർഷം മുമ്പ് അല്ലെങ്കിൽ 25-26 വർഷം മുമ്പ് ആ ഒരു കോൺസെപ്റ്റിലായി ചെയ്ത് 23 വർഷം പൂർത്തിയാക്കിയ ആ ഹാളുകൾ ഇന്നും അവിടെയുള്ള ഫേർണിച്ചറും ഫോൾ സീലിങ്ങും എല്ലാം അന്നത്തെ തന്നെ യാതൊരു പ്രോബ്ലവും ഇല്ലാതെ ഇന്നും മോഡേണായിട്ട് ഇരിക്കുന്നു പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആ ടീമും ജയചന്ദ്രനെ മുരളിയൊക്കെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഞങ്ങളൊരു ഒരു ഒരു ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഞങ്ങൾ ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ആർക്കിടെക്ട്സ് കോമ്പറ്റീഷനിൽ കൂടെയാണ് സെലക്ഷൻ ആയത്. ഞങ്ങളുടെ ഡിസൈൻ കേരള ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടാണ് ഞങ്ങളിതിനകത്ത് വർക്ക് ഞങ്ങൾക്ക് കിട്ടുന്നത്. മൈസെൽഫ്, മിസ്റ്റർ ജയചന്ദ്രൻ ആൻഡ് മിസ്റ്റർ ഗോപി, ഞങ്ങൾ 3 പേരായിരുന്നു ഇതിനെ മെയിനായിട്ട് ലീഡ് ചെയ്തിട്ടുണ്ടിരുന്നത്. Mr. Gopi, Mr. Jayachandran ഇപ്പോൾ no more there. They're all left this world and now I myself is there. ഞങ്ങളുടെ ബേസിക്കായിട്ട് ഈ സാധനം ഞങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ ഒരു ആരും പോകാത്ത ഒരു വലിയൊരു കുന്നും ഒരു താഴെ ഒരു റോഡ് എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു സ്ഥലമാണ് ഉണ്ടായിരുന്നത്. ആ റോഡ് ഉണ്ടായിരുന്നില്ല. അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ടെക്നോ പാർക്ക് വരുന്നത്. കേരളത്തിൽ പിറവിയെടുക്കുന്ന ഇന്ത്യയിലെ ആദ്യ IT പാർക്ക് എന്നതുകൊണ്ട് തന്നെ എല്ലാ തലത്തിലും മികവുറ്റതും
വേറിട്ടതുമായിരിക്കണം പാർക്കിന്റെ കെട്ടും മട്ടും എന്ന് നിർദ്ദേശമുയർന്നു. ഇന്നും പാർക്കിന്റെ കെട്ടിട സമുച്ചയം അതിന്റെ ആരംഭത്തിലെ ശൈലി നിലനിർത്തുന്നു. പാർക്ക് സെന്റർ ഉൾപ്പെടെ പാർക്ക് ക്യാമ്പസിൽ പാർക്കിന്റെയും അല്ലാത്തതുമായ നിരവധി നിർമ്മാണങ്ങൾ നടന്നു. അവയെല്ലാം തന്നെ ഒരു ഗൃഹാതുരത്വം പകരുന്ന അന്തരീക്ഷമാണ് ഒരുക്കുന്നത്. ഞങ്ങൾ പിന്നെ അതിനകത്ത് ബേസിക്കായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഒരു ഗ്രീൻ പാർക്ക് എന്നുള്ള കൺസെപ്റ്റായിരുന്നു മിസ്റ്റർ വിജയരാഘവൻ ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങളെ ഗൈഡ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഐഡിയ അനുസരിച്ച് ഒരു ഗ്രീൻ പാർക്ക് ആയിരിക്കണം, കഴിയുന്നതും ട്രീസും ബാക്കിയെല്ലാം കൺസേർവ് ചെയ്യണം, ദെൻ നല്ല ഒരു ഗ്രീനറി ഉണ്ടായിരിക്കണം, പിന്നെ ബിൽഡിംഗ് കഴിയുന്നതും കേരള ആർക്കിടെക്ചറിനോട് സം റിലവൻസ് ഉള്ളതായിരിക്കണം. ആ ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ ബേസിക്കായിട്ട് ഈ ബിൽഡിങ്ങിനെ പറ്റിയിട്ട് വർക്ക് ചെയ്തത്. ആൻഡ് ഇനീഷ്യലി ഫസ്റ്റ് ബ്ലോക്കിന് ഞങ്ങളത് അബൌട്ട് 2 years ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്ത് ഇനാഗ്രേറ്റ് ചെയ്യാൻ പറ്റി. അതിന് മേജർ റീസൺ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും മിസ്റ്റർ വിജയ സാറിൻ്റെ ഭയങ്കര എഫിഷ്യൻറ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു അതിന് മേജർ ബേസിക് റീസൺ. കെട്ടിടങ്ങളും പരിസര പ്രദേശങ്ങളും തികച്ചും കേരളത്തിന്റെ തനത് ശൈലി പ്രകടമാക്കുന്നവയാണ്. എന്നാൽ കെട്ടിടങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിർമ്മാണ ശൈലി വിദേശിയെയും സ്വദേശിയെയും ഒരുപോലെ ആകർഷിക്കും വിധം അൾട്രാ മോഡേൺ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ പാർക്കിനെ വെറുമൊരു കോൺക്രീറ്റ് വനമായി മാറ്റിയിട്ടുമില്ല. പാർക്കിൽ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഹരിതഭംഗി അത് പ്രകടമാക്കുന്നു. അതിനാൽ തന്നെ ടെക്നോ പാർക്ക് ക്യാമ്പസിലെ ഓരോ കെട്ടിടങ്ങൾക്കും പ്രകൃതിയുമായി ബന്ധപ്പെട്ട പേരുകളാണ് നൽകിയിരിക്കുന്നത്. ലോകത്തെ ഒന്നാംകിട ടെക്നോളജി പാർക്കുകളിലെല്ലാം ലഭ്യമായ സൗകര്യങ്ങൾ ടെക്നോ പാർക്കിലും സജ്ജമാക്കണമെന്ന് പാർക്കിന്റെ പിന്നണി പ്രവർത്തകർ തീരുമാനിച്ചു. ഒരു ടെലിഫോൺ കണക്ഷൻ പോലും യഥാസമയം ലഭ്യമായിരുന്നില്ല. അക്കാലത്ത് ഒരു ടെലിഫോൺ ബുക്ക് ചെയ്ത് 2 വർഷത്തിന് ശേഷം മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. പാർക്കിന്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന് ഫോണുകളുടെ ഉപയോഗം ഒഴിച്ചുകൂടാൻ വയ്യാത്തതായി. തുടർന്ന് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ കാര്യവട്ടം ടെലിഫോൺ എക്സ്ചേഞ്ചിനെ ഇലക്ട്രോണിക്സ് എക്സ്ചേഞ്ചായി ഉയർത്തി.
തുടർന്ന് ടെക്നോ പാർക്ക് ആരംഭിച്ചപ്പോൾ തന്നെ ഫോൺ കണക്ഷൻ ലഭ്യമായി. പാർക്ക് പ്രവർത്തനക്ഷമമായാൽ അന്യസംസ്ഥാനക്കാരും അവരുടെ കുടുംബങ്ങളും നമ്മുടെ കേരളത്തിലെത്തും. സ്വന്തം നാട് വിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നവർക്ക് യാതൊരു കുറവും കൂടാതെ കഴിയാനുള്ള ചുറ്റുപാട് ഒരുക്കുന്നതും ഒരു പ്രധാന കടമ്പയായിരുന്നു. കുട്ടികളുടെ സ്കൂൾ അഡ്മിഷനും ഒരു പ്രധാന പ്രശ്നമായി. ഇതിനായി പ്രദേശത്തെയും തിരുവനന്തപുരം നഗരത്തിലെയും പ്രധാന സ്കൂളുകൾ സന്ദർശിക്കുകയും സ്കൂൾ മേധാവികൾ എല്ലാവിധ സഹകരണങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തു. മാറി മാറി വന്ന സർക്കാരുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ടെക്നോ പാർക്കിൻ്റെ നിർമ്മാണ വികസന ഘട്ടങ്ങളിൽ സ്വാഗതാർഹമായ നിലപാടുകൾ സ്വീകരിച്ചു എന്ന് പറയാതെ വയ്യ. സർക്കാരിൻ്റെ IT നയങ്ങൾ ടെക്നോ പാർക്കിൻ്റെയും IT മേഖലയുടെയും വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലായിരുന്നു. ഒരു ഇലക്ട്രോണിക് ടെക്നോളജി പാർക്കിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അനിവാര്യമായ വേഗം കൂടിയ ഡാറ്റ ലൈനാണ്. പാർക്ക് സ്ഥാപിക്കുമ്പോൾ അതിൽ വന്നു ചേരാൻ പോകുന്ന കമ്പനികളുടെ എണ്ണവും അവയ്ക്ക് വേണ്ട ഡാറ്റ ആവശ്യകതയും അതിൻ്റെ സ്പീഡും പരിശോധിക്കുമ്പോൾ നിലവിലുള്ള സൗകര്യങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പര്യാപ്തമായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് മൊബൈലിലും കമ്പ്യൂട്ടറിലുമൊക്കെ 5 Mbps മുതൽ 100 Mbps വരെ ഡാറ്റ സ്പീഡ് ലഭിക്കുമ്പോൾ അന്ന് ലഭിച്ചിരുന്നത് കേവലം 16 മുതൽ 64 kbps വരെയാണ്. മറ്റൊരു വലിയ ചലഞ്ചായിരുന്നു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. ഇന്ന് നമ്മുടെ ടെലിഫോൺ ലൈനിൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഉള്ള ടെലിഫോൺ സ്പീഡെന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം അത്രയും സ്പീഡ് വരില്ല. അപ്പോൾ അന്നത്തെ വലിയ സ്പീഡാണ് 64 kbps. ഇന്ന് ഈ നമ്പർ പറഞ്ഞാൽ ഈ കേൾക്കുന്ന ചെറുപ്പക്കാരെല്ലാം ചിരിക്കും. പക്ഷേ ആ 64 kbps സ്പീഡ് തിരുവനന്തപുരത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിൽ 3 കോടി രൂപ ചെലവ് വരുന്ന ഒരു സാറ്റലൈറ്റ് എർത്ത് സ്റ്റേഷൻ ഇവിടെ സ്ഥാപിക്കണം. ആ 3 കോടി രൂപ ഗവൺമെൻറ്റിലില്ല, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ തന്നെ വരണം. അപ്പോൾ അന്ന് ഞങ്ങൾ ചെയ്തത്, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരനോട് പറഞ്ഞ്, ഇന്നത്തെ രാഷ്ട്രപതി അന്ന് ഡെപ്യൂട്ടി ചെയർമാനാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ. അപ്പോൾ ശ്രീ കരുണാകരൻ ശ്രീ പ്രണബ് മുഖർജിയെ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് ശ്രീ KM ചന്ദ്രശേഖരൻ കുഞ്ഞാലിക്കുട്ടിയും കൂടെ പോയി പ്രണബ് മുഖർജിയെ കണ്ടു. അദ്ദേഹം അഡീഷണലായിട്ട് 3 കോടി രൂപ കേരള ഗവൺമെൻറ്റിന് ടെക്നോ പാർക്കിന് എർത്ത് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് പ്ലാനിംഗ് ബോർഡിലൊരു അഡ്വൈസർ, വളരെ സീനിയർ അല്ലാത്ത ഒരാളായിരുന്നു, നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു ജയറാം രമേശുമായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്തത് ക്ലിയറായി വന്നു. അങ്ങനെ 3 കോടി രൂപ കേരള ഗവൺമെൻറ്റിന് കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് തരികയും ആ 3 കോടി രൂപ തിരികെ നമ്മൾ കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ കീഴിലുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കിന് കൊടുത്ത്
അങ്ങനെയാണ് ഇവിടെ സാറ്റലൈറ്റ് എർത്ത് സ്റ്റേഷൻ വരുന്നത്. ആ സാറ്റലൈറ്റ് എർത്ത് സ്റ്റേഷൻ അന്ന് ഇന്ത്യയിലെ 2ാമത്തെയോ 3ാമത്തെ സാറ്റലൈറ്റ് എർത്ത് സ്റ്റേഷനാണ്. അപ്പം അത് മാത്രമല്ല, അതിൽ വളരെ രസകരമായിട്ടുള്ളൊരിതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UPക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സാധനം കേരളത്തിലേക്ക് വരുന്നത്. അതിനന്ന് സഹായിച്ചത് ശ്രീ വിറ്റൽ, N. വിറ്റൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് സെക്രട്ടറി. അദ്ദേഹം പിന്നീട് ചീഫ് വിജിലൻസ് കമ്മീഷണറായി വന്നു. പക്ഷേ അദ്ദേഹത്തിന് KPP നമ്പ്യാരോട്, KPP നമ്പ്യാരൊക്കെ അന്ന് വിട്ടുപോയെങ്കിലും KPP നമ്പ്യാരോടുള്ളൊരു കടപ്പാട്, അത് കാരണം ഞങ്ങളോടുള്ളൊരു സോഫ്റ്റ് കോർണർ. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ പൈസ തരാം, ഉടനെ സ്റ്റേഷൻ. പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. ഇത് UPയിൽ നോയിഡയിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിരുന്നു. നോയിഡയിൽ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഏകദേശം 2 വർഷം എടുത്തു. ആ പീരീഡ് മുമ്പ് ഇവിടെ വരികയും ചെയ്തു. അപ്പം അദ്ദേഹം വിളിച്ച് പറഞ്ഞു, അന്ന് UP കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രസിഡൻസ് റൂളാണ്, നരസിംഹറാവു ആണ് പ്രൈം മിനിസ്റ്റർ. ഈ എർത്ത് സ്റ്റേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന അറിഞ്ഞ് UP MP മാർ പോയി പ്രധാനമന്ത്രിയോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിറ്റലിനെ വിളിച്ച് ചോദിച്ചു. വിറ്റൽ പറഞ്ഞു, ഒരു ദിവസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ തരാമായിരുന്നു, പക്ഷേ ഈ സാധനം വിട്ടു, കേരളത്തിലേക്ക് പോയെന്ന് പറഞ്ഞു. ശ്രീ വിറ്റലിനും കേരളത്തിനോടൊരു കണക്ഷനുണ്ട്. അദ്ദേഹം ജനിച്ച തിരുവനന്തപുരത്താണ്. നമ്മുടെ വാട്ടർ വർക്ക്സ് തുടങ്ങുന്നത് വിറ്റലിൻ്റെ ഗ്രാൻഡ് ഫാദറുമാരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ സാഹചര്യവും നമുക്ക് വളരെ ഒത്തുചേർന്ന് വന്നു എന്നുള്ളതാണ് പറയുന്നത്. പമ്പ, പെരിയാർ, നിള എന്നീ കെട്ടിടങ്ങൾ പൂർത്തിയായതോടെ ആദ്യം ടെക്നോ പാർക്കിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചു. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ മേഖലയിൽ പ്രവർത്തിച്ച സീവ്യൂ, ഡാറ്റ എൻട്രി രംഗത്തെ പ്രമുഖ കമ്പനിയായിരുന്ന ശങ്കരൻ നമ്പൂതിരി ആരംഭിച്ച ബ്രഹ്മ സോഫ്റ്റ്വെയർ എന്നിവ പ്രധാനം. ബ്രഹ്മ സോഫ്റ്റ്വെയർ പിൽക്കാലത്ത് RR ഡോൺലി എന്ന കമ്പനിയായി മാറി. ജർമ്മൻ കമ്പനിയായ IVL ആണ് എടുത്തു പറയേണ്ട മറ്റൊരു കമ്പനി. ഇലക്ട്രോണിക് ചോക്ക് നിർമ്മാതാക്കളായ മെഗാലെക്സ് നെറ്റും ആദ്യഘട്ടത്തിൽ തുടങ്ങിയ പ്രധാന കമ്പനികളിൽ ഒന്നാണ്. ജൂലൈ അവസാനത്തോടുകൂടി പാർക്ക് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ടെക്നോ പാർക്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്ന് പാർക്ക് സെന്ററിനെ വിശേഷിപ്പിക്കാം. പമ്പ, പെരിയാർ എന്നീ ബ്ലോക്കുകൾ 1997 കമ്മീഷൻ ചെയ്യപ്പെട്ടു.